റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പാലാ നഗരസഭയിൽ ചെയർപേഴ്സൺ ദിയ പുളിക്കക്കണ്ടത്തിനെതിരായ അവിശ്വാസ പ്രമേയം ഇന്ന് വരാനിരിക്കെ യുഡിഎഫിൽ പ്രതിസന്ധി. അവിശ്വാസത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന കോൺഗ്രസ് പാർട്ടി വിപ്പ് ഒപ്പിട്ടു വാങ്ങിയത് 2 കൗൺസിലർമാർ മാത്രം. 6 പേരിൽ 2 പേർ മാത്രം. 4 പേർ ഇപ്പോഴും വിപ്പ് നേരിട്ട് കൈപ്പറ്റിയിട്ടില്ല. അവർക്ക് നേരിട്ട് അവരെ കാണാൻ കഴിയാതെ വന്നതോടെ മണ്ഡലം പ്രസിഡന്റ് പാർട്ടി വിപ്പ് വീട്ടിൽ പതിപ്പിച്ചു മടങ്ങി. അവിശ്വാസ പ്രമേയത്തിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് ഇന്നലെ DCC പ്രസിഡന്റ് വിപ്പ് നൽകിയിരുന്നു. കെ അഖിൽ പാലായിൽ നിന്ന് ചേരുന്നു. സജോ ദേവസ്വയും നമുക്കൊപ്പമുണ്ട്. ആദ്യം അഖിലിലേക്ക്. അഖിൽ, എന്താണ് 4 അംഗങ്ങളുടെ നിലപാട്? അതിനെ ആശ്രയിച്ചിരിക്കുമല്ലേ പുളിക്കക്കണ്ടത്തിന്റെയും സംഘത്തിന്റെയും ഭരണം? ഒരു നിമിഷം, പാലയിലെ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം വരുന്നു, കേൾക്കാം. നിങ്ങളെ കാണുകയാണ്. പ്രതിപക്ഷ കൂട്ടുകെട്ടാണ് ഈ ഭരണം ഇതുവരെ ഈ അവസ്ഥയിൽ എത്തിച്ചത്. പാലായ്ക്ക് ഒരു പാരമ്പര്യമുണ്ടായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ മാണിസാറ് കാത്തു സൂക്ഷിച്ച ആ പാരമ്പര്യമാണ് ഇന്ന് പാലായ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ അവിശ്വാസം 100% പാസ് വെക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് രാഷ്ട്രീയ പോരാട്ടം മാത്രമല്ല, ഇത് സത്യത്തിന് നീതിക്കും വേണ്ടിയുള്ള പോരാട്ടമാണ്. കഴിഞ്ഞ 6 മാസക്കാലം പാലാ നഗരസഭ ഭരണ സ്തംഭനത്തിലായിരുന്നു. പക്ഷേ പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങൾ വളരെ ക്രിയാത്മകമായിട്ടാണ് പ്രതികരിച്ചത്. കാരണം തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഒറ്റക്കക്ഷി എന്ന നിലയിൽ ഞങ്ങൾക്ക് ഈ കുടുംബ കൂട്ടായ്മയുമായിട്ട് ഭരണം പിടിക്കാമായിരുന്നു. അതിനുള്ള ദൂതന്മാർ ഞങ്ങളെ സമീപിച്ചതാണ്. പക്ഷേ ഞങ്ങൾക്കറിയാമായിരുന്നു ഈ കുടുംബ കൂട്ടായ്മയുമായിട്ടുള്ള ഭരണം പാലായ്ക്ക് ഒരു തരത്തിലുള്ള പുരോഗതി ഉണ്ടാവില്ല എന്ന് ഞങ്ങൾക്ക് കുറച്ച് വിശ്വാസമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇവരുമായിട്ട് കൂട്ടുകൂടാത്തത്. പക്ഷേ അതിനുശേഷം സ്വാഭാവികമായിട്ടും അവരെ സപ്പോർട്ട് ചെയ്യുന്നവർ സ്വയം മനസ്സാക്കട്ടെ എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. സ്വാഭാവികമായിട്ട് ആദ്യം ഈ അവിശ്വാസ പ്രമേയം സാങ്കേതികമായിട്ട് കൊടുത്തത് കേരള കോൺഗ്രസ് LDF ഒറ്റക്കെട്ടായിട്ടാണെങ്കിലും അതിന് മുൻപ് അവിശ്വാസം കൊണ്ടുവന്നത് അവിശ്വാസം യഥാർത്ഥത്തിൽ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് ഇവിടുത്തെ UDF ഒറ്റക്കെട്ടായിട്ടാണ്. പാലായിലെ UDF എന്ന് പറഞ്ഞാൽ പാലായിലെ UDFിലെ കൗൺസിലർമാരും മണ്ഡലം പ്രസിഡന്റുമാരും വാർഡ് പ്രസിഡന്റുമാരും ഒറ്റക്കെട്ടായിട്ടാണ് അവിശ്വാസം രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇത് ഞങ്ങളുടെ അവിശ്വാസമല്ല. തീർച്ചയായിട്ടും ഇത് ഒരു പൊതു സത്യത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ വിജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഇത് അധികാരത്തിന് വേണ്ടി വളഞ്ഞ വഴിയുള്ള അധികാരം പിടിക്കാനുള്ള ഒരു ഫോർമുലയല്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആ തരത്തിൽ ഒന്നും ചിന്തിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും പാലായിൽ ഒരു നല്ല ഭരണം, സുസ്ഥിര ഭരണം, വാശിയും വൈരാഗ്യവും പ്രതികാരവും ഇല്ലാത്ത ഒരു ഭരണം വരുന്നതിന് വേണ്ടി ഞങ്ങൾ സമാന മനസ്കരുമായി യോജിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഓക്കെ, അഖിലുണ്ട്. അഖിൽ, എന്താണ് അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ളത്? ഡോക്ടർ അരുൺകുമാർ, ഇപ്പോൾ കോൺഗ്രസ് കൗൺസിലർമാർ, അതായത് 4 കോൺഗ്രസ് കൗൺസിലറും പ്രതിപക്ഷ കൗൺസിലറായിട്ടുള്ള മായ രാഹുലും ഇപ്പോൾ കൗൺസിൽ ഹാളിനുള്ളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. അതായത് വിപ്പ് നൽകിയിട്ടും, കോൺഗ്രസിന്റെ വിപ്പ് നൽകിയിട്ടും 4 പേർ ഇതിനുള്ളിലേക്കും സ്വതന്ത്രമായിട്ടുള്ള മായ രാഹുലും ഇതിനുള്ളിലേക്ക് എത്തിയിരിക്കുന്നു. കോൺഗ്രസ് കൗൺസിൽ ഹാളിനുള്ളിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അവർ അവിടേക്ക് എത്തിയിരിക്കുന്നത് 4 പേർ. നമുക്കിപ്പോൾ ഒരു പക്ഷേ ദൃശ്യങ്ങളിൽ കാണിക്കാൻ കഴിയും. കോൺഗ്രസിന്റെ കൗൺസിലർ ഇതായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് അവിശ്വാസ പ്രമേയത്തിൽ കോൺഗ്രസിന്റെ കൗൺസിലർമാർ എത്തിയിരിക്കുന്നു. 4 പേർ, അതായത് മായ രാഹുലുണ്ട്, വൈസ് ചെയർപേഴ്സണാണ് മായ രാഹുൽ, ഒപ്പം 4 കോൺഗ്രസ് കൗൺസിലർമാർ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളെ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ 4 പേരെയാണ്, അതായത് വിപ്പ് നൽകിയിരുന്നു, കോൺഗ്രസിന്റെ വിപ്പ് നൽകിയിരുന്നു. പങ്കെടുക്കരുത്, ഇതിൽ പങ്കെടുക്കരുത് എന്നുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത്. ഒരു പക്ഷേ എന്തെങ്കിലും പ്രതികരണം ഉണ്ടോ എന്ന് നമുക്ക് അവരോടും ചോദിച്ചു നോക്കാം. എന്തെങ്കിലും വിഷയത്തിൽ ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പ്രതികരണമുണ്ട്, അത് പാർലമെന്ററി പാർട്ടിയുടെ രീതിയിൽ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇപ്പം ഒരു പ്രതികരണമില്ല, നോട്ട് കമന്റ്സ്. എന്തെങ്കിലും വൈസ് ചെയർപേഴ്സൺ എന്തെങ്കിലും ഇല്ല, കഴിയട്ടെ, കഴിഞ്ഞിട്ട് പറയാം. അത് തന്നെയാണ് ഡോക്ടർ അരുൺകുമാർ. അതായത് ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്നൊരു നിലപാട് തന്നെ സ്വീകരിക്കുന്നു. ഇതിനുശേഷം പ്രതികരിക്കുമെന്ന് തന്നെയാണ്. ഇപ്പോൾ എന്തായാലും പ്രതിപക്ഷ കൗൺസിലർമാർ മറുചേരിയിലുണ്ട്. ഇപ്പോൾ എന്തായാലും 4 കോൺഗ്രസ് കൗൺസിലർമാരും ഒപ്പം മായ രാഹുൽ, സ്വതന്ത്ര കൗൺസിലറായിട്ട് മായ രാഹുലും എത്തിയിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 പേർ മാത്രമായിരുന്നു നേരിട്ട് വിപ്പ് സ്വീകരിച്ചിരുന്നത്. 4 പേർ വിപ്പ് സ്വീകരിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ഒപ്പിട്ട് വാങ്ങിയിരുന്നില്ല. അവരുടെ വീട്ടിൽ പതിപ്പിച്ച് മടങ്ങുക മാത്രമാണ് ചെയ്തിരുന്നത്. കൗൺസിലർമാർ, 4 കൗൺസിലർമാർ ഇപ്പോൾ ഈ നഗരസഭ കൗൺസിൽ ഹാളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. കോൺഗ്രസിന്റെ വിപ്പ്, DCC പ്രസിഡന്റ് നൽകിയ വിപ്പ് എന്ന് പറയുന്നത് ഈ പങ്കെടുക്കരുത്, അതായത് വിട്ടു നിൽക്കണം, കൗൺസിൽ വിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കാതെ വിട്ടു നിൽക്കണം എന്നൊരു നിർദ്ദേശമാണ് നൽകിയിരുന്നത്. ആ നിർദ്ദേശം അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ആ വിപ്പിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്തായാലും ചെയർപേഴ്സണും മറ്റുള്ളവരും മറ്റ് ഭരണസമിതിയിലെ മറ്റംഗങ്ങളും എത്തുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഈ 5 പേർ എത്തിയിരിക്കുന്നു. 5 പേർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ചെയർപേഴ്സന്റെ സ്ഥാനം നഷ്ടമാകും. പാലാ നഗരസഭയിൽ ചെയർപേഴ്സൺ പുറത്തേക്ക് പോകും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് തന്നെയാണ് സാധ്യത. ഈ 4-5 പേർ എത്തിയിരിക്കുന്നത് സ്വാഭാവികമായും എതിർത്ത്, അല്ലെങ്കിൽ ഈ പാലാ നഗരസഭ ചെയർപേഴ്സന്റെ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലിച്ച് വോട്ട് രേഖപ്പെടുത്താൻ മാത്രമാണ് എന്നുള്ളത്
തന്നെയാണ്. എന്തായാലും 5 പേരെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ 12ഉം 5ഉം 17 പേരുടെ വോട്ട്, 17 പേരുടെ പിന്തുണ. ആ പിന്തുണയിൽ അവിശ്വാസം പാസ്സാകും എന്നുള്ളത് തന്നെയാണ്. 14 വേണ്ടത്, 14നേക്കാൾ 3 വിശ്വാസം കൂടുതൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. നമുക്കറിയാം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കൗൺസിലർമാർ പരസ്യമായി തന്നെ കോൺഗ്രസ് കൗൺസിലർമാർ പ്രതികരിച്ചിരുന്നതുമാണ്. ഇത്തരത്തിൽ പാലാ നഗരസഭയിൽ ഈ സ്വതന്ത്ര കൂട്ടായ്മയോടുള്ള പിന്തുണ അവരുമായി സഹകരിച്ച് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ആദ്യഘട്ടം മുതൽ തന്നെ ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്ന ആളുകളാണ് എന്നുള്ളതാണ്. അവരാണ് ഇപ്പോൾ എന്തായാലും നഗരസഭാ ഹാളിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന വിഷയം എന്ന് പറയുന്നത്. അവർ എത്തിയിരിക്കുന്നു. അവർ ഇനി വോട്ട് രേഖപ്പെടുത്തുന്നത്, അതായത് അവിശ്വാസം 11 മണിക്കാണ്. ഇനിയും ഒരു 40 മിനിറ്റ് കൂടി, 40 മിനിറ്റ് കൂടി മാത്രമാണ് അവശേഷിക്കുന്നത്. 40 മിനിറ്റ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നഗരസഭയിൽ അവിശ്വാസം പാസ്സാകും, അവിശ്വാസത്തിലേക്ക് എത്തും. അവിശ്വാസം പാസ്സായി കഴിഞ്ഞാൽ ചെയർപേഴ്സൺ, അതായത് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സൺ വിശേഷിപ്പിച്ച ചെയർപേഴ്സന്റെ ആയുസ് അല്ലെങ്കിൽ ചെയർപേഴ്സൺ എന്ന സ്ഥാനത്തിന്റെ ആയുസ് അത് 6 മാസം മാത്രമായി ചുരുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് പാലാ നഗരസഭയിലെ തർക്കങ്ങൾ. അത് വലിയ പുതിയ രീതിയിലേക്ക്, പുതിയ മാനങ്ങളിലേക്ക് പോകുന്നു. എന്തായാലും കോൺഗ്രസിന്റെ വിപ്പ് മറികടന്നുകൊണ്ട് 4 കോൺഗ്രസിന്റെ കൗൺസിലർമാർ ഇപ്പോൾ അവർ ഈ 4 പേരും അവിടെ എത്തിയിട്ടുണ്ട് അല്ലേ? തീർച്ചയായും അത് നമ്മളിപ്പോൾ നിൽക്കുന്ന നഗരസഭാ കൗൺസിൽ ഹാളാണ്. കൗൺസിൽ ഹാളിനുള്ളിലാണ് നമ്മളിപ്പോൾ ഈ 4 പേരെയും കാണിക്കുന്നത്. ആ 4 പേര്, അതായത് ഒന്ന് ടോണിയുണ്ട്, മറ്റ് 4 കൗൺസിലർമാർ കൃത്യമായി തന്നെ. അതായത് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡറാണ് ടോണി തൈപ്പർ വരുന്നത്. ടോണി അടക്കമുള്ള 4 കോൺഗ്രസ് കൗൺസിലർമാർ എത്തിയിട്ടുണ്ട്. 2 പേർ എന്തായാലും നേരിട്ട് കൈപ്പറ്റി, 2 പേർ എത്തില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ 4 പേരായിരുന്നു ഇത് നേരിട്ട്, അതായത് ഇത്തരത്തിൽ പാർട്ടി വിപ്പ് നേരിട്ട് കൈപ്പറ്റാതിരുന്ന 4 പേരായിരുന്നു. ആ 4 പേർ ഇപ്പോൾ എന്തായാലും ആ 4 പേർ എത്തിയിരിക്കുന്നു നേരിട്ട് കൈപ്പറ്റാതെ, അല്ലെങ്കിൽ വീട്ടിൽ പതിപ്പിച്ച് മണ്ഡല പ്രസിഡന്റിനെ പതിപ്പിച്ച് മടങ്ങേണ്ടി വന്ന ആ 4 പേരാണ്. ഇന്നലെ മുതൽ തന്നെ ഇവരെ ഫോണിൽ ബന്ധപ്പെടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഇവരുമായി ഒരു ബന്ധപ്പെടാൻ പോലും മണ്ഡലം പ്രസിഡന്റുമാർക്കും കോൺഗ്രസ് നേതാക്കൾക്കും ഇന്നലെ മുതൽ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കോൺഗ്രസിനെതിരെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച് വിജയിച്ച ആളാണ് മായ രാഹുൽ എന്ന് പറഞ്ഞത്. തുടർന്ന് UDF മുന്നണിക്കുള്ളിൽ വൈസ് ചെയർപേഴ്സണായി എത്തുകയും ചെയ്തിരിക്കുന്നു. ആ വൈസ് ചെയർപേഴ്സൺ മായ രാഹുൽ, ഒപ്പം തന്നെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവായിട്ടുള്ള ടോണി തൈപ്പർ, അങ്ങനെ 4 പേർ എന്നുള്ളത് തന്നെയാണ്. അതിൽ തൊട്ട് രണ്ടാമതിരിക്കുന്ന ആളാണ് ബിജു മാത്യൂസ് എന്ന് പറഞ്ഞത്. ബിജു മാത്യൂസിനെതിരെയാണ് നഗരസഭാ ചെയർപേഴ്സൺ ഈ കേസൊക്കെ കൊടുത്തത്. അതായത് ഒരു സാധനം കാണാനില്ല എന്ന് പറഞ്ഞുള്ള കേസടക്കം നൽകിയതും ചെയർപേഴ്സണെതിരെ ഈ നഗരസഭയ്ക്കുള്ളിൽ ആദ്യ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഈ വിഷയങ്ങളുടെയൊക്കെ തുടക്കം വരുന്നത്, ആദ്യ പ്രശ്നങ്ങൾ വരുന്നത് നഗരസഭാ ബിനു പുളിക്കക്കണ്ടത്തിനും ബിജു പുളിക്കക്കണ്ടത്തിനുമെതിരെ ഒരു പരാതി നൽകുന്നു. ആ പരാതി നൽകിയത് ഈ ബിജു മാത്യൂസ് ആണ്. അങ്ങനെയുള്ള ആ 4 കോൺഗ്രസ് കൗൺസിലർമാർ അവരുടെ കൃത്യമായ വിയോജിപ്പ്, അവരുടെ ആ ഒരു എതിർപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് അവർ എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് നേതൃത്വം പറഞ്ഞ കാര്യങ്ങൾ അതിൽ നിന്നും അതിനെ തള്ളുന്നു എന്ന് തന്നെ നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. ഇവർ ഒപ്പിടും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഇവർ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുമെന്നാണ്. അതായത് കോൺഗ്രസ് പാർട്ടി നൽകിയ വിപ്പ് എന്ന് പറയുന്നത് ഇതിൽ പങ്കെടുക്കരുത്, അതായത് അവിശ്വാസ പ്രമേയ യോഗത്തിൽ പങ്കെടുക്കരുത് എന്നുള്ളതാണ്. ആ കാര്യം പോലും അവർ തള്ളി ഇവിടേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായും ഈ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കാണെങ്കിൽ പ്രമേയത്തെ പാസ്സാക്കാൻ തന്നെ. എന്തായാലും ഇതിലൊരു പരസ്യ പ്രതികരണത്തിലേക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇല്ല എന്ന് തന്നെയാണ്. നേരത്തെ നമ്മൾ അവരുടെ പ്രതികരണം തേടിയതാണ്. ആ വിഷയത്തിൽ പരസ്യ പ്രതികരണത്തിലേക്ക് ഇല്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ അവർ വിപ്പ്, അതായത് എന്തായാലും വിഷയത്തിൽ പരസ്യ പ്രതികരണത്തിലേക്കില്ല അവരെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ വിഷയത്തിൽ ഇതിന് ശേഷം, അതായത് ഇപ്പോൾ ഈ അവിശ്വാസ പ്രമേയത്തിന് ശേഷം കൃത്യമായി എല്ലാവരെയും കാണും എന്ന കാര്യം അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു വലിയ ഭരണം, അല്ലെങ്കിൽ പാലാ നഗരസഭയിൽ ചെയർപേഴ്സൺ ഇല്ലാതാകാൻ പോകുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അങ്ങനെ 6 മാസത്തിന് ശേഷം അവിശ്വാസ പ്രമേയം LDF കൊണ്ടുവരുന്നു. അവരുടെ പ്രതികരണം കൂടി നമുക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും. പ്രതികരിക്കുമെന്നെങ്കിൽ ഒരു കാര്യം കൂടി അഖിൽ, അവിടെ ഇരിക്കുന്ന 4 പേരും, ആ 4 പേരും ഇപ്പോൾ വിപ്പ് ലഭിക്കാത്തവരാണ്. ഇനിയിപ്പോൾ വിപ്പ് കൊടുക്കാനുള്ള സാധ്യതയുണ്ടോ? ഡോക്ടർ അരുൺകുമാർ, പ്രതികരണം നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അവർ ഈ ഘട്ടത്തിൽ, അതായത് ഇപ്പോൾ വിപ്പ് നൽകിയിട്ടാണ് കോൺഗ്രസ്, ആ വിപ്പ് നമ്മൾ ഇതിനെല്ലാം മറുപടി ഇത് കഴിയുമ്പോൾ വ്യക്തമായിട്ട് മീഡിയയ്ക്ക്, നമ്മുടെ മീഡിയ സഹോദരന്മാർക്ക് ഞങ്ങൾ പറയുന്നതാണ്. എന്തുകൊണ്ട്, എന്താ പ്രശ്നമെന്ന് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഒരു സമാധാനമായി ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകട്ടെ. വിപ്പ് കിട്ടിയോ എന്ന് എല്ലാം മറുപടി ഞങ്ങൾ ഇത് കഴിയുമ്പോൾ പറയും. ഓക്കെ, താങ്ക് യു. അത് തന്നെയാണ്, അവർ അത് പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ വിപ്പ്, അതായത് 4 പേർക്ക് വിപ്പ് നേരിട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്ക് നേതൃത്വത്തോട് സംസാരിച്ചപ്പോൾ തന്നെ മനസ്സിലാക്കിയതാണ്. അവരുടെ വീടുകളിൽ പതിപ്പിക്കുക, അതായത് ഈ വിപ്പ് ലഭിക്കാത്ത, നേരിട്ട് ഒപ്പിട്ട് വാങ്ങാത്ത സാഹചര്യത്തിൽ ഈ 4 പേരുടെ വീടുകളിൽ വിപ്പ് പതിപ്പിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. വിപ്പ് പതിപ്പിച്ച് മടങ്ങുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്താനില്ല. അതായത് സാധ്യമാണോ സാങ്കേതികമായി അഖിൽ? ഇനി വിപ്പ് നൽകുക സാങ്കേതികമാണെന്ന് നേരിട്ട് ഇവിടെ എത്തി. ഇനിയിപ്പോൾ അരമണിക്കൂർ സമയമുണ്ട്. അതിനുള്ളിൽ അത്തരത്തിലുള്ള സാധ്യതകളുണ്ടോ എന്നറിയില്ല. അവർ പാർട്ടി വിപ്പ്, കോൺഗ്രസിന്റെ അവിടുത്തെ പാർലമെന്ററി പാർട്ടി നേതാവ് ഉണ്ടാവൂലേ? ആ പാർലമെന്ററി പാർട്ടി നേതാവാണ്, അതായത് പാർലമെന്ററി പാർട്ടി നേതാവാണ് ഈ ഇരിക്കുന്ന ടോണി തൈപ്പർ. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണിക്കുന്നത് ടോണി തൈപ്പർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പാർലമെന്ററി പാർട്ടി നേതാവ് എന്ന് പറഞ്ഞാൽ. പാർലമെന്ററി പാർട്ടി നേതാവ് തന്നെ ഡോക്ടർ അരുൺകുമാർ.
ഓക്കെ, അപ്പൊ ഈ പാർട്ടി വിപ്പ് കൊടുക്കേണ്ടത് ആരാണ്? അതെ തീർച്ചയായിട്ടും. അതായത് മണ്ഡലം വിപ്പ് കൈപ്പറ്റാതിരിക്കുന്നത് അല്ലേ? ഡോക്ടർ അരുൺകുമാർ ഈ മണ്ഡലം ഡോക്ടർ അരുൺകുമാർ ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഈ DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് ഇന്നലെ മണ്ഡലം പ്രസിഡന്റ് കൈവശമാണ് ഈ 6 പേർക്കുള്ള പാർട്ടി വിപ്പ് നൽകിയത്. തുടർന്ന് ഈ മണ്ഡലം പ്രസിഡന്റ് ഇവരെ നേരിട്ട് കണ്ട് നൽകാൻ ശ്രമം നടത്തി. അതിൽ 2 പേർക്ക് റിയ ചിരങ്കുഴിയും അതുപോലെ തന്നെ മറ്റൊരു കൗൺസിലർക്കും നേരിട്ട് വീട്ടിലെത്തി ഈ വിപ്പ് നൽകി. അവർ ഒപ്പിട്ട് മേടിക്കുകയും ചെയ്തു. മറ്റ് 4 പേർക്ക് വിപ്പ് നേരിട്ട് നൽകാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. അതിൽ ഈ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവ് കൂടിയായിട്ടുള്ള ടോണി തൈപ്പറമ്പിൽ അടക്കമുള്ള നേതാക്കളുണ്ട്. ഈ 4 പേർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. ഈ 4 പേർ സ്വീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒപ്പിട്ട് വാങ്ങിയിട്ടില്ല. അങ്ങനെ ഒപ്പിട്ട് വാങ്ങാതെ വന്നതോടുകൂടി തന്നെ ഇത്തരത്തിൽ മണ്ഡലം പ്രസിഡന്റ് അവരുടെ വീടിന്റെ ചുവരുകളിൽ ഈ വിപ്പ് പതിപ്പിച്ച് വെച്ച് തിരികെ മടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് നേരിട്ട് അത് കൈപ്പറ്റാത്തത്. ഇനിയുള്ള സാധ്യത എന്ന് പറയുന്നത് ഇനിയുള്ള 26 മിനിറ്റ് ആയപ്പോൾ ഒരു 10-20 മിനിറ്റിനുള്ളിൽ ഇവരാരെങ്കിലും എത്തി നേരിട്ട് ഇവർക്ക് നൽകുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള സാധ്യതകളൊക്കെ കുറവാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശ്രമം ഉണ്ടാകുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നേരിട്ട് ഇവർക്ക് കൊടുക്കുക എന്നുള്ളത്. പക്ഷേ ആ വിപ്പ് ഇവർ നേരിട്ട് നൽകുമ്പോൾ സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതും മറ്റൊരു കാര്യമാണെന്നുള്ളതാണ്. പക്ഷേ സാങ്കേതികപരമായി ഈ വിപ്പ് വീട്ടിൽ ചുമരിലൊട്ടിച്ച് വന്നു കഴിഞ്ഞാൽ അത് വിപ്പ് കണക്കാക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കൂടി വരേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ നേരിട്ട് ഇവർ ആരും 4 പേര് സ്വീകരിച്ചിട്ടില്ല. അതിൽ നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡറായിട്ടുള്ള ടോണി തൈപ്പറമ്പിൽ അടക്കമുള്ളവർ ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഡോക്ടർ അരുൺകുമാർ. ടോണി തൈപ്പറമ്പിൽ അടക്കമുള്ളവരുണ്ട്. നമുക്കിപ്പം സജു ദേവസ്യുണ്ട്. സജു ദേവസ്യ വളരെ കോമഡിയാണ് അവിടെ നടക്കുന്നത്. അതിൽ പാർട്ടി വിപ്പ് കൊടുക്കേണ്ട പാർലമെന്ററി പാർട്ടി നേതാവായ ടോണി അടക്കം വിപ്പ് കൈപ്പറ്റാതെ 4 പേരും അവിടെ ഇരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ബാക്കി 2 പേരെ നിലവിൽ വിപ്പ് കൈപ്പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഈ 4 പേരും കൂടി LDFന്റെ അവിശ്വാസ പ്രമേയത്തിനോടൊപ്പം ചേർന്നാൽ 17 പേരാകും എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ഇതിനകത്ത് അവിശ്വാസ പ്രമേയം പാസ്സാക്കാൻ 2 പേരുടെ കൂടെ മതി, അല്ല 15 ആവും എന്നാണ് തോന്നുന്നത്. അങ്ങനെ എന്നാൽ 2 കൂടി മതി എന്നുള്ളതാണ്. അത് ഈ 4 പേരും കൂടി ആകുമ്പോൾ ഭൂരിപക്ഷം കഴിയും. അങ്ങനെ വന്നാൽ ദിയാ പുളിക്കക്കണ്ടത്തിനും ഭരണം നഷ്ടമാവുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ഏറെക്കുറെ അത് തീർച്ചയാണല്ലോ അല്ലേ? ഈ സാഹചര്യം എന്താണ്, എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോവുക സജു? ഡോക്ടർ അരുൺകുമാർ, ഈ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ കോൺഗ്രസിന്റേതടക്കമുള്ള പ്രതിനിധികൾ പങ്കെടുക്കും എന്ന് ഉറപ്പായതോടുകൂടി അവർ അനുകൂലിച്ച് വോട്ട് ചെയ്യുക കൂടി ചെയ്താൽ സ്വതന്ത്ര കൂട്ടായ്മ നേതൃത്വം നൽകുന്ന UDFന്റെ പാലാ നഗരസഭയിലെ ഭരണം താഴെ വീഴും. അതിൽ നിലവിൽ അവിടെ 5 പേരാണ് വന്നത്. അതിൽ 4 പേർക്ക് കോൺഗ്രസിന് വിപ്പ് കൊടുക്കാൻ കഴിയുകയുള്ളൂ. അതായത് മായ രാഹുൽ കോൺഗ്രസ് വിമതയായി ജയിച്ച ആളാണെന്ന് വെച്ചാൽ സ്വതന്ത്ര അംഗമാണ്. അപ്പോൾ വിപ്പ് ബാധകമല്ല. മായ രാഹുലിന് ചെയർപേഴ്സൺ സ്ഥാനം ലഭ്യമാകും വിധമുള്ള ഒരു ധാരണയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് ഇപ്പോൾ അനുമാനിക്കേണ്ടി വരും. മറ്റുള്ള ഒരാൾ ടോണി തൈപ്പറമ്പിൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡറാണ് എന്ന് വെച്ചാൽ DCC പ്രസിഡന്റ് ചുമതലപ്പെടുത്തിയാൽ വിപ്പ് കൊടുക്കേണ്ട ആളാണ്. മണ്ഡലം പ്രസിഡന്റിനെയാണ് ചുമതലപ്പെടുത്തിയത്. അദ്ദേഹം അടക്കമുള്ള ആളുകൾ സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ 4 കോൺഗ്രസ് കൈപ്പത്ത് ചിഹ്നത്തിൽ ജയിച്ച 4 കൗൺസിലർമാരും കോൺഗ്രസ് വിമതയായി ജയിച്ച ഇപ്പോൾ UDFനെ പിന്തുണച്ച് വൈസ് ചെയർപേഴ്സണായി ഇരിക്കുന്ന മായ രാഹുലും അടക്കം 5 പേരാണ്. അവരുടെ തന്നെ പിന്തുണ ലഭ്യമായാൽ ഭരണം താഴെ വീഴും എന്ന കാര്യത്തിൽ തർക്കമില്ല. കേരള കോൺഗ്രസും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണ്. 10 പേരാണ് ഉള്ളത്. ഒപ്പം LDFന്റെ 2 സ്വതന്ത്രർ, അങ്ങനെ 12-14 എന്നാണ് കക്ഷി നില. ഇവർക്ക് 2 അല്ലെങ്കിൽ 3 പേരുടെ പിന്തുണ ലഭ്യമായാൽ നിലവിലെ ഭരണം താഴെ വീഴും. അപ്പോൾ ആ നിലയ്ക്ക് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് ഈ ഘട്ടത്തിൽ അനുമാനിക്കണം. ഇവരെല്ലാവരും വിട്ടുനിന്നാൽ ഈ അവിശ്വാസം ചർച്ചയ്ക്കെടുക്കാൻ കഴിയുകയില്ല എന്ന് വെച്ചാൽ അത് പരാജയപ്പെടും. പക്ഷെ അങ്ങനെയല്ല സാഹചര്യം. ഈ ചർച്ചകളെല്ലാം ഉണ്ടായിട്ടും പല രൂപത്തിലുള്ള ഇടപെടലുകൾ ചർച്ചകളൊക്കെ നടന്നതാണ്. MP തലത്തിൽ MLA തലത്തിൽ ചർച്ച നടത്തി, DCC തലത്തിൽ ചർച്ച നടത്തി, ഒടുവിൽ വിപ്പ് തയ്യാറാക്കുക എന്ന നിലയിലേക്കും കാര്യങ്ങൾ വന്നു. പക്ഷേ ഈ ഭരണത്തെ അംഗീകരിക്കില്ല എന്ന കർശന നിലപാട് ആദ്യം മുതൽ സ്വീകരിച്ച ആളുകളാണ് ടോണി തൈപ്പറമ്പിലും ബിജു മാത്യൂസിനെതിരെയാണ് ചെയർപേഴ്സൺ അടക്കം മോഷണ പരാതി കൊടുത്തത്. അപ്പോൾ അവർ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു, നിലപാടിൽ മാറ്റമില്ല. അപ്പോൾ ആ വിപ്പ് കൈപ്പറ്റിയില്ലെങ്കിൽ അവിശ്വാസ പ്രമേയത്തിനോടൊപ്പം നിന്നാൽ ഭൂരിപക്ഷമാവും. കാര്യം LDFന് 12, മറുഭാഗത്ത് ഇപ്പോൾ 4 പേർ മാറി നിൽക്കുന്നു. UDFിലുള്ള 4 പേർ കൂടി LDFന്റെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചാൽ 12, 4, 16 ആവും. അവിടെ അവിശ്വാസ പ്രമേയം പാസ്സാവുന്നതിന് വേണ്ടത് 14ആണ്. ഇപ്പോൾ LDFന്റെ കയ്യിൽ 12 ഉണ്ട്, UDFന്റെ ഭാഗത്ത് 4 ഉണ്ട്. 6 മൊത്തം. അത് 2 പേർക്ക് വിപ്പ്. ആ 4 പേര് കൂടെ ചെയ്താൽ 16 ആവും. അപ്പോൾ 12, 4, 16 അവിശ്വാസ പ്രമേയം പാസ്സാക്കാൻ വേണ്ട 14 പകരം 16 ആവുന്ന സാഹചര്യം ഉണ്ടാവും. ഇനി അവിടെ പോയ നമ്മുടെ കോൺഗ്രസ് വിമതയായി ജയിച്ച വൈസ് ചെയർപേഴ്സണായ മായ രാഹുൽ കൂടി വന്നാൽ 17 ആവും. എന്തായാലും ദിയാ പുളിക്കക്കണ്ടത്തിന്റെ ഭരണം ഇന്നത്തോടു കൂടി അവസാനിക്കും എന്നുള്ളതാണ്